ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥന ബെനിറ്റ് പ്രയർ. മക്കളുടെ അനുഗ്രഹത്തിനായി നമ്മൾ ഒന്നു ചേർന്ന് മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്ന ഈ ശുശ്രൂഷ 144 ദിനം. ഈ രാത്രിയിൽ മക്കളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രാത്രിയിൽ മക്കളുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും വിരുദ്ധമാകുന്ന എല്ലാ തിന്മകളെയും മാറ്റപ്പെടുവാൻ വേണ്ടി കർത്താവിൻ്റെ കൃപ മക്കളുടെ ജീവിതത്തിൽ നിറയുവാൻ, സംരക്ഷണം നിറയുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. 27-ാം സങ്കീർത്തനം 1-ാം വചനം ഇന്ന് ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവ് എൻ്റെ ജീവിതത്തിന് കോട്ടയാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കർത്താവിൻ്റെ കോട്ടയ്ക്കുള്ളിൽ മക്കൾ സുരക്ഷിതരായി നിലകൊള്ളുവാൻ, എല്ലാവിധ പൈശാചിക ആക്രമണങ്ങളിൽ നിന്നും ഈ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും, മക്കളുടെ പരീക്ഷകൾക്ക്, മക്കളുടെ ജീവിതത്തിന്, ജോലിക്ക്, അവരുടെ യാത്രകൾക്ക്, മക്കളുടെ വ്യക്തിത്വ വികസനത്തിന് തടസ്സമാകുന്ന, മക്കളുടെ ജീവിതത്തിലെ നന്മയെ കെടുത്തുന്ന എല്ലാ കെണികളിൽ നിന്നും മക്കൾ സുരക്ഷിതരായി നിലകൊള്ളുവാൻ കർത്താവിൻ്റെ വലിയ സംരക്ഷണം മക്കളുടെ ജീവിതത്തിൽ നിറഞ്ഞുകൊണ്ട്, മക്കൾ കോട്ടയ്ക്കുള്ളിലായിരുന്നതുകൊണ്ട് എല്ലാ തിന്മകളെയും തോൽപ്പിക്കുവാനുള്ള ശക്തി മക്കളിലേക്ക് ലഭിക്കുവാൻ വേണ്ടി കൂദാശകളുടെ സ്വീകരണം, പ്രാർത്ഥന, അങ്ങനെ മക്കൾ ജീവിതത്തിൽ വിജയിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഭയമില്ലാതെ നന്മയിൽ മക്കൾ മുമ്പോട്ട് പോകുവാൻ, ശത്രുക്കളിൽ നിന്നും രക്ഷ നേടുവാൻ, ഈ ദിവസങ്ങളിൽ മക്കൾക്കെതിരെ ഉണ്ടാകുന്ന എല്ലാ പീഡകളിൽ നിന്നും മക്കൾ രക്ഷ നേടുവാൻ, നല്ല തീരുമാനം എടുക്കുവാൻ കർത്താവ് മക്കളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. സങ്കീർത്തനം 27:1. കർത്താവിന്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവിന്റെ ജീവിതത്തിന്റെ കോട്ടയാണ്. പ്രിയ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും, അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അവിടുത്തെ വലിയ കോട്ട സുരക്ഷിതമായി മക്കൾക്ക് ജീവിക്കുവാൻ ഇടയാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിർഭയമായി ധൈര്യത്തിൽ ഞങ്ങളുടെ മക്കൾ ജീവിക്കട്ടെ. എല്ലാവിധ പൈശാചിക ആക്രമണങ്ങളിൽ നിന്നും, ബുദ്ധിമുട്ടുകളിൽ നിന്നും, അസ്വസ്ഥതകളിൽ നിന്നും, രോഗപീഠകളിൽ നിന്നും ഈ ദിവസങ്ങളിൽ മക്കൾ സുരക്ഷിതരായി നിലകൊള്ളട്ടെ. അങ്ങനെ മക്കളുടെ പരീക്ഷകളും ജോലികളും എല്ലാ പ്രയത്നങ്ങളും ഫലസമൃദ്ധമായി നിന്നുകൊണ്ട് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ അവർക്കിടയാകട്ടെ. ആമേൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.